പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനി 6 മാസങ്ങൾക്ക് ശേഷം ഇന്നു മുതൽ വീണ്ടും സ്കൂളിലേക്ക്. വിനോദിനിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ധനസഹായത്തിൽ കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഷാരിഖ് നവാസ് പാലക്കാട് വിവരങ്ങൾ ചേർന്നു. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വിനോദിനി സാറിന്റെ SKN ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ വലിയ സങ്കടമാണ് കാണുമ്പോൾ. വലിയ സങ്കടമുള്ള അത്ര നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സങ്കടം എന്നെ കാണുമ്പോൾ തോന്നും. പക്ഷെ അതിജീവിച്ചാൽ മതിയാവുള്ളൂ. ഒരു കൈ പോയി, പ്രതിപക്ഷ നേതാവിന്റെ ധനസഹായത്തിൽ അവിടെ കൃത്രിമക്കൈ ഉണ്ടായി. ആ കൃത്രിമക്കൈ ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു നോർമൽ ലൈഫ് വിനോദിനി, അല്ലേ ഷാരിഖ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. തീർച്ചയായും ഒരു പ്രതിസന്ധികൾ മറികടന്ന് നമ്മുടെ കുട്ടി വിനോദിനി ഇന്ന് സ്കൂളിലേക്ക് തിരികെ പോവുകയാണ്. ഇന്ന് മലയാളം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. നമ്മോടൊപ്പം വിനോദിനിയും അവരുടെ അമ്മ പ്രസീതയും ചേരുന്നുണ്ട്. മോളെ, ഇപ്പോൾ ഒരു 6 മാസക്കാലത്തിന് ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അധ്യാപകരെ കാണാം, അതുപോലെ തന്നെ പഴയ കൂട്ടുകാരൊക്കെ കാണാം. അപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? സന്തോഷം. ഇപ്പോൾ ഇന്ന് ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത്? മലയാളം. പഠിച്ചോ? എല്ലാം പ്രിപ്പയർഡ് ആയോ? കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ ഇതിനിടയിൽ? ഇപ്പോൾ ഫോണിലൊക്കെ വിളിക്കാറുണ്ടോ? നമുക്കുള്ള പേടിയൊക്കെ മാറിയോ? ഇതൊക്കെ ഉള്ള ഇപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? ഇപ്പോൾ കൂട്ടുകാരും അധ്യാപകരൊക്കെ എന്താണോ ഇതിന് ഫോണൊക്കെ വിളിച്ച് പറയാറുള്ളത്? സ്കൂളിലേക്ക് വരണം, പരീക്ഷ എഴുതാൻ വരണം പറഞ്ഞു. ഇന്നലെ മുഴുവൻ ഇരുന്ന് മലയാളമൊക്കെ പഠിച്ചു അല്ലേ? നല്ല മിടുക്കി കുട്ടിയായി അല്ലേ? നമ്മുടെ ഹാഷ്മി ക്രിസ്റ്റീന അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ മോള് 6 മാസത്തിന് ശേഷം വലിയൊരു പ്രതിസന്ധിയൊക്കെ മറികടന്നിട്ടാണ് ഇപ്പോൾ മോള് ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് മോളിപ്പോൾ ഇത്രയും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എങ്ങനെ ഈ നിമിഷം എങ്ങനെ? വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്ര ദിവസവും ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ തന്നെ ആൾ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത്ര ദിവസം പോകാത്തതുകൊണ്ട് ഇന്നൊരു പോകുന്നത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷം അവൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇത്ര ദിവസവും പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഭയങ്കര സങ്കടവും ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സങ്കടവും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അവിടെ ഇരുത്തിയിട്ടും കാര്യമില്ല, എക്സാമെങ്കിലും നമുക്ക് എഴുതണമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു വിടുകയാണ് നമ്മളിപ്പോൾ. ആദ്യത്തെ എക്സാമാണോ? അതെ, ആദ്യത്തെ എക്സാമാണ് എഴുതാൻ പോണത്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ അധ്യാപകരൊക്കെ കാണാൻ വന്നിരുന്നു ആ കുട്ടി? അതേപോലെ തന്നെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ? കൂട്ടുകാർ വിളിക്കുമായിരുന്നു, പക്ഷേ കാണാൻ വന്നിട്ടില്ല. പക്ഷെ ടീച്ചർമാർ വന്നു, 2-3-4 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് വിളിക്കുമായിരുന്നു. ഇന്നലെയും കൂടെ വിളിക്കും, ടീച്ചർമാർ വിളിക്കും. ഈ കൃത്രിമക്കൈ പിടിപ്പിച്ചതിന് ശേഷം അതുമായി സെറ്റായി കഴിഞ്ഞോ? കുറച്ച് സെറ്റായി. കാരണം ഇനി എക്സ്പീരിയൻസ് ഒന്നും അത്ര ആയിട്ടില്ല. കുറച്ച് നമുക്കിപ്പോൾ അവൾക്ക് പറ്റുന്ന എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഏകദേശം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ കൃത്രിമ? അതെ, ഇത് ഉപയോഗിച്ചിപ്പോൾ നമ്മൾ കിട്ടിയിട്ട് 1-2 മാസം ആകാനായല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ അറിയാം അവൾക്കെല്ലാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് ഇടപെടലിൽ വീടും ഉൾപ്പെടെ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആയോ? തുടങ്ങിയിട്ടുണ്ടോ? ഈ മാസം എന്തായാലും നമുക്ക് വീട് പണി ഓക്കെ ആവും. പിന്നെ എന്താണ് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നതായിരുന്നു കൈയിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിത് എന്തായാലും കിട്ടി. അപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ കിട്ടിയ ഉടനെ സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ ഇനി എന്തായാലും സ്കൂളിലേക്ക് നമ്മൾ വിടുകയാണ് ഇന്ന് എന്തായാലും. അപ്പോൾ ഈ കൈ വെച്ച് ഇപ്പോൾ എക്സാം എഴുതാൻ പോകണല്ലേ? സന്തോഷമാണല്ലേ? ഹാഷ്മി ക്രിസ്റ്റീന, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ നമ്മുടെ കൊച്ചു വിനോദിനി ഇന്ന് സ്കൂളിലേക്ക് തിരികെ പോകുന്നത്. ഇന്ന് അവളുടെ ആദ്യ മലയാളം എക്സാം ആണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എഴുതി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.